മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. വെൽക്കം ബാക്ക് ടു +1 ഹിന്ദി ക്ലാസ്. മക്കളെ, ബാബു സാറാണേ. നമുക്ക് ഹാഫ് ഇയർലി എക്സാമിനേഷന് പഠിക്കാനുള്ള നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ്, ഇക്കായി തീനിലെ യൂണിറ്റിന്റെ പേര് എന്താണ്? ജാൻ പഹച്ചാൻ, അറിവും തിരിച്ചറിവും എന്ന് പറയുന്ന പാഠത്തിലെ ഒന്നാമത്തെ പാഠമായിരുന്നു നമ്മൾ ആനന്ദിക്ക് ഫുൾച്ചെടിയം. അത് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് കവിതയാണ്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കവിതയാണ് പത്തർ കി ബെഞ്ച്. പത്തർ കി ബെഞ്ച് ഇല്ലേ? ഈ പാഠം എഴുതിയിരിക്കുന്നത് ചന്ദ്രകാന്ത് ദേവാലയാണ്. കവിത ചന്ദ്രകാന്ത് ദേവാലയം എഴുതിയിരിക്കുന്ന ഈ പത്തർ കി ബെഞ്ച്. എന്താ പത്തർ കി ബെഞ്ച് എന്ന് പറഞ്ഞ പാഠത്തിന്റെ അർത്ഥം, വാക്കിന്റെ അർത്ഥം? പത്തർ എന്ന് പറഞ്ഞാൽ കല്ലാണ്, ബെഞ്ച്. അപ്പൊ പത്തർ കി ബെഞ്ച് കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയ ബെഞ്ചാണ്. പാർക്കിലും ബീച്ചിലൊക്കെ ചെന്ന് നമ്മൾ കാണുന്നില്ലേ, ആ ബെഞ്ചാണ് കവിതയുടെ അടിസ്ഥാനമായി വരുന്നത്. നോക്കൂ മക്കളെ, ഈ കവിതയിലൂടെ അദ്ദേഹം പറയുന്ന ആസ്വാദന ടിപ്പണി നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ 6 മാർക്കാണ് ഇതിന് നിങ്ങൾ ചോദിക്കുന്നത്. കവിത ആസ്വാദന ടിപ്പണിയിലേക്ക് 6 മാർക്ക്. അതെങ്ങനെ എഴുതാം എന്നുള്ളത് നമുക്ക് നോക്കാം. കവിത നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് കൃത്യമായിട്ടൊന്ന് വായിക്കുക, എന്നിട്ട് ഈ സാരാംശത്തിൽ വരിക. നോക്കൂ മക്കളെ, ശ്രീ ചന്ദ്രകാന്ത് ദേവാലയനെ ഗദ്യ ശൈലിമേ, ചന്ദ്രകാന്ത് ദേവാലയ ഗദ്യരൂപ ശൈലിയിൽ ലിഖേ ഹുയി എഴുതിയിട്ടുള്ള ഏക ഉജ്ജ്വൽ കവിത ഹെ, ഒരു ഉജ്ജ്വലമായ കവിതയാണ് പത്തർ കി ബെഞ്ച്. പത്തർ കി ബെഞ്ച് എന്ന് പറയുന്നത് ഓക്കെ, ഉജ്ജ്വലമായതെന്ന് പറയാൻ അത്രയും തീക്ഷ്ണമായ ചിന്ത ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. സുഖ് और ശാന്തി के लिए, സുഖത്തിനും സമാധാനത്തിനും വേണ്ടി, ലോക് പാർക്ക് ജയ്സെ, ജനങ്ങൾ എപ്പോഴും ബീച്ചിലും പാർക്കിലും ഒക്കെ ഉള്ള സാർവജനിക ജഗവും. എന്താ സാർവജനിക എന്ന് പറഞ്ഞാൽ പൊതു ഇടങ്ങൾ. എവിടെയാ പൊതു ഇടങ്ങളുള്ളത്? പാർക്ക് പൊതു ഇടങ്ങളാണ്. അതുപോലെ തന്നെ പാർക്കുകളും ബീച്ചുകളും പൊതു ഇടങ്ങളാണ്. വായനശാലകൾ പൊതു ഇടങ്ങളാണ്. സ്കൂളുകൾ പൊതു ഇടങ്ങളാണ്. ഏത് സ്കൂള്? മെയിനായിട്ട് സർക്കാർ സ്കൂള്, അല്ലാതെ ഒരുപാട് എയ്ഡഡ് സ്കൂളുണ്ട്. ചില സ്കൂളുകളുണ്ട് പ്രത്യേകമായി ചില കാശ് കൊടുക്കുന്നവർക്ക് മാത്രം പഠിക്കാൻ പറ്റുന്ന സ്കൂൾ, അങ്ങനെയൊന്നല്ല. അപ്പൊ നമ്മൾ സർക്കാർ സ്കൂളുകൾ, വിദ്യാലയങ്ങൾ പൊതു ഇടങ്ങളാണ്. വായനശാലകൾ പൊതു ഇടങ്ങളാണ്. ആശുപത്രികൾ അല്ലെ പൊതു ഇടങ്ങളാണ്. സർക്കാർ ആശുപത്രികൾക്ക് എല്ലാ ആളുകൾക്കും, മനുഷ്യനായി പറഞ്ഞവർക്ക് എല്ലാവർക്കും ചെന്ന ചികിത്സ കിട്ടുന്നതാണ്. അങ്ങനെയുള്ള പൊതു ഇടങ്ങളുണ്ട്. ഈ പൊതു ഇടങ്ങൾ ഇല്ലാതാവുക എന്ന് പറയുന്നത് നാടിന്റെ തന്നെ സർവനാശത്തിന് കാരണമാവും. അപ്പൊ ഇവിടെ നോക്ക്, സാർവജനിക് ജഗ് എന്ന് പറഞ്ഞാൽ അപ്പൊ സമാജ് നിർമ്മാണമേ സാർവജനിക് ജഗവും കാ മഹത്വം എന്ന് പറഞ്ഞ ചോദ്യം വരെ നമുക്ക് പരീക്ഷ വരാം. സമാജ് നിർമ്മാണമേ, സമൂഹത്തെ നിർമ്മിച്ചെടുക്കുന്നതിൽ സാർവജനിക് ജഗവും കാ, അതായത് പൊതു ഇടങ്ങളുടെ പ്രാധാന്യം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നേക്കാം. ഇവിടെ നോക്കൂ, ഏതായാലും ശ്രീ ചന്ദ്രകാന്ത് ദേവാലയ ഗദ്യശൈലിമേ ലിഖേ ഹുയെ, ഗദ്യശൈലിയിൽ എഴുതിയിട്ടുള്ള ഉജ്ജ്വൽ കവിത ഹെ പത്തർ കി ബെഞ്ച്, ഉജ്ജ്വലമായ കവിതയാണ് പത്തർ കി ബെഞ്ച്. സുഖ് और ശാന്തി के लिए, സുഖത്തിനും സമാധാനത്തിനും വേണ്ടി, ലോക ജനങ്ങൾ പാർക്ക് ജൈസെ, പാർക്ക് പോലുള്ള സാർവജനിക ജഗവും പറാത്തെ, പബ്ലിക് ഇടങ്ങളിലേക്ക് വരുന്നു. ലേക്കിൻ എന്നാൽ കിസി കെ സ്വാർത്ഥി ഭാവനയ്ക്ക് കാരണം, അത്തരം ഇടങ്ങളിലും ചിലരുടെ സ്വാർത്ഥത കാരണം, ഐസേ ജഗവും പർ ഹംല ഹോ രഹാ ഹെ, അത്തരം ജഗകൾ സ്ഥലത്തിന്റെ മുകളിൽ ഹംല കലാപങ്ങൾ ഉണ്ടാവുന്നു. ഇസ്കാ ചിത്രൻ കവിതാമയെ, അങ്ങനെയുള്ളൊരു ചിത്രീകരണമാണ് ഈ കവിതയിലൂടെ നടക്കുന്നത്. എല്ലാവരും സന്തോഷത്തോടെ വന്നു പോകുന്ന പൊതു ഇടങ്ങളിലും ചിലരുടെ സ്വാർത്ഥത കാരണം കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു എന്നുള്ള സന്ദേശമാണ് ഈ കവിതയിലൂടെ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കവിത ഉജ്ജ്വലമാണ്. നോക്കൂ, കവി പറയുന്നത് നോക്കിയെന്നാൽ, പാർക്ക് മേം, ഇവിടെ ഒരു പാർക്കിൽ വർഷവും പുരാനിയേക്ക് ബെഞ്ചിക്ക്, എത്രയോ വർഷം പഴക്കമുള്ള ഒരു ബെഞ്ചുണ്ട്. പത്തർ സേ ഹി ബനാ ഹുവാ ഹെ, അതൊരു കല്ലുകൊണ്ടുണ്ടാക്കിയതാണ്. ബച്ചെ, കുട്ടികൾ, യുവാക്കൾ, ബുഡ, വൃദ്ധർ ഇസ് ബെഞ്ച് പർ ബൈഠത്തെ, ഈ ബെഞ്ചിന്റെ മുകളിൽ വന്നിരിക്കാറുണ്ട്. ഇസ് പർ ബൈഠിക്കർ, ഇതിന്റെ മുകളിൽ ഇരുന്നിട്ട്. ബച്ച ബിസ്കുട്ട് ഖാ രഹാ ഹെ, ഒരു കുട്ടി അവിടെ നിന്ന് കരഞ്ഞോണ്ട് വന്നിരുന്നു ബിസ്കുട്ട് കഴിക്കുന്നവർക്ക് പിന്നെ കുറെ കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് പോകുന്നുണ്ട്. അബ് ഉസ്കാ രോന ബന്ദ് ഹോ ഗയാ, കുറെ അവിടെ ഇരുന്നപ്പോൾ അവനെ റിലാക്സ് ആയി, അവന്റെ കരച്ചിലൊക്കെ നിന്നു. യുവക് അപ്പനെ തക്കാവട് ദൂർ കർണെങ്കിൽ, യുവാവ് അവന്റെ അധ്വാനത്തിന്റെ ഫലമായി ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഇസ് പർ ബൈഠത്തെ, ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അവന് റിലാക്സ് ആയി അവൻ പോകുന്നു. അപ്പനെ കുജലേ ഹുയി, അവൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അപ്പനെ കുജലേ ഹുയി, തന്നെ തകർന്നു പോയ സ്വപ്നങ്ങളെ സഹലാ രഹാഹെ, ആശ്വസിപ്പിക്കുന്ന സമാധാനം. എല്ലാ സ്വപ്നങ്ങളും ഇപ്പൊ നടപ്പിലായി എന്ന് വരില്ല. ചിലപ്പോൾ ചില നിരാശയും ടെൻഷനൊക്കെ ഉണ്ട്, അതിന്റെ അവിടെ വന്ന് കുത്തിരുന്ന് അവനെ റിലാക്സ് ആക്കുന്നുണ്ടാവും. ഏക്ക് റിട്ടയർഡ് ബുഡ, ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ, ദോപാർക്കെ സമയം, ഉച്ച സമയത്ത് ഇസ് ബെഞ്ച് പർ ബൈഠിക്കർ, ഈ ബെഞ്ചിന്റെ മുകളിൽ ഇരുന്നിട്ട്, ആങ്കോങ്കോ, തങ്ങളുടെ കണ്ണുകളെ എന്താണ്, ഹാത്തോസേ ടാമ്പുക്കർ, ആത്തോസെ ടാമ്പുക്കർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് ഇരുന്നിട്ട് കണ്ണുകൊണ്ട്, ഉച്ച സമയത്ത് വെയിലുണ്ടാവുമല്ലോ, അപ്പൊ അതിങ്ങനെ കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഹാത്തോസെ ടാപ്പുക്കർ കണ്ണുകൊണ്ടിട്ട് ഇങ്ങനെ കിടക്കുന്നു, അവിടെ നിന്ന് കിടക്കുന്നു. കൂടാതെ ദോസ്ത് ജോഡാബി, ദോസ്ത് ജോഡാ എന്ന് പറഞ്ഞാൽ എന്താ, പ്രണയിനികൾ അല്ലെ, ദോസ്ത് ജോഡാബി ബെഞ്ച് പർ ബൈഠിക്കർ, കാമുകന്മാർ ഈ ബെഞ്ചിന്റെ മുകളിൽ വന്ന് ഇരുന്നിട്ട്, ജിന്ദഗി കെ സപ്നെ ബുൻരഹെ, അവരുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കൈ സാലോസെ, ഒരുപാട് വർഷങ്ങളായിട്ട് ഈ പത്തർ, ഈ കൽബെഞ്ച്, പത്തർ കി ബെഞ്ച്, കല്ലിന്റെ ബെഞ്ച്, ദുഃഖ് തഖാൻ പ്രേം കി, ദുഃഖത്തിന്റെ ക്ഷീണത്തിന്റെ, തഖാൻ ക്ഷീണത്തിന്റെ, പ്രേം കി പ്രേമത്തിന്റെ സ്മൃതിയും
ഓർമ്മകൾ കൊണ്ട് ആദിക്കെ സാക്ഷി ബൻകർ യഹാ ഗഡേ, സ്നേഹത്തിന്റെയും ദുഃഖത്തിന്റെയും പ്രേമത്തിന്റെയും ഒക്കെ സാക്ഷിയായിട്ട് ഇവിടെ വർഷങ്ങളായി വന്നിരിക്കുന്നു. പ്രായഭേദമന്യേ എല്ലാവർക്കും വന്നിരിക്കാവുന്ന റിലാക്സ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണത്. പക്ഷേ ഈസ് പത്തർ കി ബെഞ്ച്, കവി ആശങ്കപ്പെടുകയാണ്, ഈ കൽബെഞ്ച് കബ് കിസ്നെ ബനായി, ആരെന്നുണ്ടാക്കി? इसका ഇതിഹാസ്, ഇതിന്റെ ചരിത്രം, ആദിക്കെ ബാരേമേ മുതലയെ പറ്റി കിസുക്കോ ഭി പതാ നഹി, ആർക്കും ഒരു ഐഡിയയുമില്ല. ലേക്കിൻ എന്നാൽ കവി കെ മൻമേ ഇസ് ബെഞ്ച് കെ അസ്തിത്വ പർ ആശങ്ക ഹെ, ആരാണ് എന്നുണ്ടാക്കി എന്നൊന്നും അറിയില്ല. പക്ഷേ കവിക്ക് ഈ ബെഞ്ചിനെ കുറിച്ച് എത്ര കാലം നിലനിൽക്കും എന്നുള്ള അസ്തിത്വക്കെ പർ ആശങ്ക ഹെ, നിലനിൽപ്പിനെ കുറിച്ച് ആശങ്ക ഉണ്ട്. എങ്ങനെ ആശങ്ക? ആജിക്കെ വികട് സമയമേ, ഇന്നത്തെ വളരെ വികൃതമായ ഈ കാലഘട്ടത്തിൽ, വികട് സമയമേ, ഈ മോശമായ ഈ കാലഘട്ടത്തിൽ, ഈസ് പത്തർ കി ബെഞ്ച് കെ ലിയെ ഭി, ഈ കല്ലിന്റെ ബെഞ്ചിന് വേണ്ടി പോലും ലഡായ് ശുരു ഹോ സക്താ ഹൈ, യുദ്ധമുണ്ടായേക്കാം, കലാപമുണ്ടായേക്കാം. ഇസെ ഉഗാഡ്കർ, ഇതിനെ പിഴുതെടുത്തിട്ട് ലേ ജാനേക്ക്, എടുത്തു കൊണ്ടുപോകാനോ, യാ അല്ലെങ്കിൽ തോടനേക്കോ ബി സംഭാവന, അടിച്ചു പൊട്ടിക്കാനോ സാധ്യതയുണ്ട്. കവി യെ ബി കാക്കർ സമാപ്ത് കർത്തെ, കവി ഇതും കൂടി അവസാനമായി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എന്നാൽ പദാനഹി, അറിയില്ല, സബ്സെ പഹലെ, ഏറ്റവും ആദ്യമായിട്ട് കോൻ ആസീൻ ഹുആ ഹോഗ, ആരായിരിക്കും ഇരുന്നിട്ടുണ്ടാവുക ഈസ് പത്തർ കി ബെഞ്ച് പർ, ഈ കല്ലിന്റെ ബെഞ്ചിന്റെ മുകളിൽ ആരുണ്ടാക്കിയെന്നറിയില്ല, ആരാണ് ആദ്യമായിരുന്നത് എന്ന് ഓർമ്മയില്ല. പക്ഷേ ഈ കുടിലമായ, ഈ ജടിലമായ ഈ ലോകത്ത്, ഈ പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞ നേരിയ കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും കാര്യം, ചെറിയ സംഭവങ്ങളെ വലുതാക്കി നാട്ടിൽ കലാപം സൃഷ്ടിച്ച് ലാഭമുണ്ടാക്കാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ബെഞ്ചിന്റെ പേരിലും ഒരു പൊതു ഇടത്തിന്റെ പേരിലും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടേക്കാം. അതായത് കലാപങ്ങളുടെ കാരണം നിസ്സാരമായി ഒരു സംഭവമില്ലാതെ അതിനെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ള ഒരു ശൂന്യതയിൽ നിന്ന് ഒരു കാരണവുമില്ലാതെ എങ്ങനെ വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് കവി ഈ പാഠത്തിനകത്ത് നമ്മളോട് പറയുന്നത്, പത്തർ കി ബെഞ്ച്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തയ്ക്ക് വിധേയമാവേണ്ട പാഠം കൂടിയാണിത്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇത്. നമ്മൾ 6 മാർക്കാണ്. ഓക്കെ, ഇതുപോലെ ഗംഭീരമായിട്ട് മറ്റെല്ലാ പാഠഭാഗങ്ങളും പഠിക്കണം. നമുക്ക് എക്സാമിനേഷന് ഗംഭീര മാർക്ക് വാങ്ങേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു ചാപ്റ്ററുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ.